ആദിപുരുഷ്. കുറേ ട്രോളുകളും റോസ്റ്റുകളും കടന്നുപോയൊരു പാവം ചെറുക്കനായിരുന്നു ഇവൻ. പക്ഷേ സത്യം പറഞ്ഞാൽ ആദിപുരുഷ് ഇത്രയും നശിച്ച സിനിമ അല്ലായിരുന്നു. ഇൻഫാക്റ്റ് ആദിപുരുഷ് ആദ്യമായിട്ട് അനൗൺസ് ആയപ്പോൾ ഐ വാസ് ക്രേസി ബ്രോ. ലൈക്ക് ഞാൻ ചിന്തിച്ചു ഇനി ബാഹുബലി കഴിഞ്ഞിട്ട് അടുത്ത പതിപ്പ് ഇവനെ ഉണ്ടാക്കത്തുള്ളൂ. ആൻഡ് ഇൻഫാക്റ്റ് ഈ ടീസറും ട്രെയിലറും കാണാത്ത ഒരാൾ അങ്ങനെയൊക്കെ ചിന്തിക്കത്തുള്ളൂ. ബിക്കോസ് ഈ സിനിമയിൽ ഓൾറെഡി കുറേ ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. ലൈക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ ഓം റൗത്ത്, പിന്നെ നമ്മളെ സൂപ്പർ സ്റ്റാർ പാൻ ഇന്ത്യൻ സ്റ്റാർ പ്രഭാസ് ഉണ്ടായിരുന്നു. ആൻഡ് അബവ് ഓൾ ദീസ് ഇതിനകത്ത് ഒരു രാമായണത്തിൻ്റെ സ്റ്റോറി ആയിരുന്നു. ആൻഡ് ഇത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള സ്റ്റോറി ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഇതൊരു നാഷണൽ ഇവൻ്റ് പോലെ ആൾക്കാർ കാണത്തുള്ളൂ. ഈവൻ ഈ സിനിമയുടെ മേക്കേഴ്സിന് ഹിസ്റ്ററിയിൽ തന്നെ ഒരു പതിപ്പുണ്ടാക്കാൻ പറ്റുന്ന ഒരു സിനിമ ആയേക്കായിരുന്നു അൺടിൽ അവർ ആ ടീസർ ഇറക്കി. സത്യം പറയാലോ ബ്രോ, ആ ടീസർ ഇസ് ലൈക്ക് അതെ സത്യം പറഞ്ഞാൽ ഇതിനെക്കാട്ടിയും ഭേദം അതിനകത്തുള്ള ആദ്യമേ ഒരു ടൈറ്റിൽ അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു ആദിപുരുഷിൻ്റെ. അത് സീനായിരുന്നു. അതിനകത്തായിരുന്നു ഒരു രാമായണം വൈബ് നമുക്ക് വരുന്നത്. അതേ സമയത്ത് ഈ ടീസറിനകത്ത് എന്തൊക്കെയോ ഒരു മിസ്സിങ് ആയിരുന്നു. ആൻഡ് ടീസർ മാറ്റി വെച്ചിട്ട് അടുത്തായിട്ട് അവർ ട്രെയിലർ ഇറക്കി. ഓക്കെ, സോ ഈ ട്രെയിലർ സത്യം പറഞ്ഞാൽ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടെന്ന് നമുക്ക് തോന്നും. അതോ അവർ നമ്മളെ പറ്റിച്ചാണോ? പക്ഷെ ഒരു കാര്യം ഷുവറായിരുന്നു, ഇതിനകത്തുള്ള നശിച്ച സീനല്ല അതുപോലെ തന്നെ ഉണ്ട്. ആൻഡ് ഓണസ്റ്റ്ലി ഇങ്ങനത്തെ സീനുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒബ്വിയസ്ലി ഒരു രാമായണം വൈബ് എന്തായാലും വരത്തില്ല. ആൻഡ് അതിൻ്റെ മെയിൻ കാരണമാണ് CGI ക്രിയേറ്റേഴ്സ്. അതെ, ആൻഡ് ഇതേ കാര്യം നിങ്ങൾ 100-200 പ്രാവശ്യം ക്രിയേറ്റേഴ്സിൻ്റെ കേട്ടിട്ടുണ്ടായിരിക്കും. ആൻഡ് എൻ്റെ അതേ അവസ്ഥയാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ സിനിമയെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇവർ വാനർ സീനയും ഇതിനെയൊക്കെ വളരെ കുറച്ച് സ്ക്രീൻ ടൈമേ ഉള്ളൂ. ആൻഡ് ദേ ഡിഡ് ഇറ്റ് ഓൺ പർപ്പസ്. ആൻഡ് ഈവൻ ഇഫ് 2-3 നല്ല CGI ക്ലിപ്സ് ഉണ്ടെങ്കിൽ കൂടി അതും വെറും ക്യാരക്ടർ ഇല്ലാത്ത കുറച്ച് ആനിമൽസിൻ്റെ പിക്ചേഴ്സാണ്, വീഡിയോസാണ്. ആൻഡ് ഇങ്ങനെ വെറും നോർമൽ ആനിമൽസിൻ്റെ CGI എന്തുകൊണ്ടാണ് എളുപ്പമെന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പതിയെ മനസ്സിലാവും. ആൻഡ് ബ്രോ, നമ്മൾ കുറേ ആദിപുരുഷിൻ്റെ വീഡിയോസ് കാണുമ്പോൾ തന്നെ എല്ലാവരും പറയുന്നത് ഇതിനകത്തുള്ള ലൈറ്റിംഗ് നശിച്ചതാണ്. ആൻഡ് സത്യം പറഞ്ഞാൽ ടു ആൻ എക്സ്റ്റെൻറ്റ് അത് ശരിയാണ്. പക്ഷേ അതിനെക്കാട്ടിയും ഓണസ്റ്റ്ലി ഐ ഫീൽ ദാറ്റ് CGI ക്രിയേച്ചേഴ്സിൻ്റെ മോഡലിംഗ് തന്നെ തെറ്റായിരുന്നു. ആൻഡ് ഈ പോയിന്റ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കുറച്ച് VFXൻ്റെ ടെക്നിക്കൽ കാര്യങ്ങൾ പറഞ്ഞുതരാം. സോ ചെവി കൂർപ്പിച്ച് വെച്ചോ. അതെ ബ്രോ, അപ്പോൾ ഈ ഒരു CGI എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഇമേജറിയാണ്. ആൻഡ് ഇങ്ങനത്തെ ഒരു CGI മോഡൽ ഓഫ് ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു ആനിമൽ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ആയിക്കോട്ടെ, ഇതുണ്ടാക്കാൻ വേണ്ടി ഫസ്റ്റത്തെ സ്റ്റെപ്പാണ് 3D മോഡലിംഗ്. ആൻഡ് 3D മോഡലിംഗ് ഒരു നിങ്ങൾ സ്കെച്ച് ഉണ്ടാക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു സ്കൾപ്ചർ ഉണ്ടാക്കുന്ന പോലെ ചിന്തിച്ചാൽ മതി. ആൻഡ് വൺസ് ഒരു 3D മോഡൽ ഉണ്ടായി അതിനുശേഷം വരുന്ന അടുത്ത സ്റ്റെപ്പാണ് റിഗ്ഗിങ്. ആൻഡ് റിഗ്ഗിങ്ങിന് വേറെ പേരുന്നത് സ്കെലിറ്റൽ ആനിമേഷനാണ്. ആൻഡ് പേര് കേൾക്കുന്ന പോലെ തന്നെ ഇതൊരു സ്കെലിറ്റൻ ഉണ്ടാക്കുന്ന സംഭവമാണ്. അതായത് നമ്മൾ ഡിജിറ്റലി കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആയിട്ട് ഈ ഒരു മോഡലിന് വേണ്ടി ഒരു സ്കെലിറ്റൻ സിസ്റ്റം ഉണ്ടാക്കി കൊടുക്കും. എന്നാലേ അത് വെച്ച് പിന്നീട് നമുക്ക് ആനിമേഷൻ സമയത്ത് അതിൻ്റെ ബോഡി പാർട്സ് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് എന്തായാലും ആനിമേഷൻ വരെ എത്തിയ സ്ഥിതിക്ക് ആനിമേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി നമ്മുടെ ഈ 3D മോഡൽ മൂവ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അത്രേ ഉള്ളൂ. ആൻഡ് ഇതിന് ശേഷം അവസാനം വരുന്നതാണ് ടെക്സ്ചറിങ്. ആൻഡ് ടെക്സ്ചറിങ് ഒബ്വിയസ്ലി ഒരു ഭയങ്കര മേജർ സംഭവമാണ്. അതായത് നമ്മളിപ്പോൾ ഒരു കാറ് ഷൈനി ആയിട്ട് കൊടുക്കാം, കാറ് റസ്റ്റി ആയിട്ട് കൊടുക്കാം. ആൻഡ് ബ്രോ, ഇൻഫാക്റ്റ് നമ്മളൊരു ബോൾ എടുക്കുമെന്ന് തന്നെ വിചാരിച്ചു. ഇപ്പോൾ നമ്മളൊരു മെറ്റൽ ബോൾ എടുക്കുവാണെങ്കിൽ ഒബ്വിയസ്ലി അത് ഷൈനി ആയിരിക്കണം. ആൻഡ് ഓരോ ലൈറ്റിംഗ് സെറ്റപ്പിൽ ഓരോ രീതിയിലായിരിക്കും ആ ഒരു ബോൾ ഇരിക്കാൻ പോകുന്നത്. ആൻഡ് അതേസമയം അതേ ബോളിന് നമ്മൾ റബ്ബർ ടെക്സ്ചർ കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് ബോളായിട്ട് കണക്ക് കൂട്ടുവാണെങ്കിൽ അതിൻ്റെ ലൈറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്ന വേറെ കുറച്ച് രീതിയിലായിരിക്കും. ആൻഡ് ലൈറ്റിംഗ് വരെ എത്തിയ സ്ഥിതിക്ക് തന്നെ നമ്മൾ ആദിപുരുഷി ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞിട്ട് ശല്യപ്പെടുത്തുന്ന സംഭവമാണ് ലൈറ്റിംഗ്, ഫോർ വിച്ച് അവർ സ്വയം VFX ഗുരുവായിട്ട് കണക്കൂട്ടുകയാണ്. ബട്ട് ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ഇൻഫാക്ട് ഈ ഒരു ലൈറ്റിങ്ങിൻ്റെ സംഭവം ഇസ് വെരി റിയൽ. ഈവൻ ട്രെയിലറിലെ ചില ഭാഗങ്ങളിൽ അവർ സ്വയം തന്നെ ലൈറ്റിംഗ് ചേഞ്ച് ചെയ്തിട്ടാണ് അതിനെ കൂടുതൽ ബെറ്റർ ആക്കിയത്. ആൻഡ് ഇൻഫാക്ട് ഇൻ്റർനെറ്റിൽ തന്നെ പോയാൽ കുറേ അധികം വീഡിയോസ് കിട്ടും ആദിപുരുഷ് ഫിക്സ്ഡ് എന്ന് പറഞ്ഞിട്ട്. ആൻഡ് അതിനകത്തൊക്കെ ബേസിക്കലി ജസ്റ്റ് ലൈറ്റിംഗ് കുറച്ച് ഇങ്ങോട്ടും മാറ്റുന്നേ ഉള്ളൂ, ദാറ്റ്സ് ഇറ്റ്. എന്നാൽ ലൈറ്റിംഗ് എല്ലാം ഒരു സൈഡിൽ ഇരിക്കട്ടെ, ബട്ട് ഈ വവ്വാൽ എന്താണ്? ഇതിന് ഓം റൗത്ത് പറയുന്നത് ഇതൊരു ഡ്രാഗണാന്നാണ്. പക്ഷേ കൺട്രോൾ ഓണസ്റ്റ്ലി ബ്രോ, നമ്മൾ പ്ലാനറ്റ് ഓഫ് ദ ഏപ്സും അതേസമയം നമ്മൾ കിങ് കോങ്ങിൻ്റെ വരെയൊക്കെ 3D മോഡൽസും ടെക്സ്റ്റേർഡ് മോഡൽസും നോക്കിക്കഴിഞ്ഞാൽ ഈ വവ്വാൽ അല്ലെങ്കിൽ ഈ കുരങ്ങനെക്കാട്ടി വേ ബെറ്ററാണ്. നമ്മൾ കുറച്ച് മിനിറ്റ് ചിന്തിച്ചെടുത്ത് ഈ വവ്വാലിന് എന്താണ് പ്രശ്നം എന്ന് നമ്മൾ ചിന്തിച്ചാൽ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാവും. ലൈക്ക് നോർമലി CGI വെച്ച് ആനിമൽസിനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ CGI ആർട്ടിസ്റ്റ് ആണെങ്കിൽ കുറേ അധികം ആനിമൽസിനെ നല്ലോണം, അതായത് വളരെ നല്ലോണം അവർ ഒബ്സർവ് ചെയ്യും. ലൈക്ക് ഓരോ ആനിമൽസിനും ഡിഫറെൻറ്റ് മസിൽ പ്രൊപ്പോർഷൻ ആയിരിക്കും, സ്കിന്ന് വേറെ രീതിയിലായിരിക്കും. സോ ആ ഓരോ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യങ്ങളാണ്. ആൻഡ് ഇവിടെ ഇവർ ആദിപുരുഷം ഉണ്ടാക്കാൻ നോക്കിയത് ഒരു മിത്തിക്കൽ ക്രീച്ചറാണ്. അതായത് ഇങ്ങനത്തെ ഒരു ആനിമൽ ഒബ്വിയസ്ലി ലോകത്തില്ല. സോ കുറേ അധികം ആനിമൽസിൻ്റെ ഒരു മിക്സ്ചർ വെച്ചായിരിക്കും ഒബ്വിയസ്ലി ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. മെയിൻ ഇൻസ്പിറേഷൻ ഒബ്വിയസ്ലി ഇവനായിരിക്കും.
പക്ഷെ നമ്മൾ ഇതേ ക്രീച്ചറിനെ ഗെയിം ഓഫ് ത്രോൺസിൽ മറ്റേ ഡ്രാഗണെ വെച്ച് കമ്പയർ ചെയ്താൽ എൻ്റെ പൊന്നോ. പക്ഷെ എനിക്ക് തോന്നുന്നു ആദി പുരുഷിൻ്റെ കേസിൽ നമ്മളെ ഓംറൗത്ത് VFX ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞു, ബ്രോ നീ വവ്വാലിനെ പിടിച്ചിട്ട് വലുതാക്കിയാൽ മതി, റെഡി, ഡ്രാഗൺ റെഡി. ഞാൻ ഓണസ്റ്റ്ലി ഞാൻ ഇത്ര നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഈ ഒരു അനാറ്റോമിയും ഈ ഒരു മോഡലിങ്ങിൻ്റെ കാര്യം ഏറ്റവും വലുതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന റാവൺ എന്ന് പറഞ്ഞ സിനിമയിലാണ്. അതെ, നമ്മൾ ഇന്ത്യയിൽ നമ്മളെ VFXന് തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാക്കിയ സിനിമയായിരുന്നു റാവൺ. റാവണിൻ്റെ മോന്ത അല്ലെങ്കിൽ റാവണിൻ്റെ ആ ഫേസ് ഇതുവരെ ഫൈനലായിട്ടില്ലായിരുന്നു. ആൻഡ് ഈ VFXയുടെ ഐഡിയ എന്നത് റാവണിൻ്റെ മോന്ത ഒരു മോൾട്ടൻ ഫയർ വെച്ച് ഉണ്ടാക്കണമെന്നായിരുന്നു. അതുകൊണ്ട് അവർ തട്ടിക്കൂടി ഫൈനലി ഈ ഒരു പരിപാടി ചെയ്തത്. Arjun first deformed Arjun's head into more of a skeleton face. The next process was to create curves. അങ്ങനെ മോഡലിംഗ് VFX ഇതെല്ലാം നമ്മൾ സംസാരിച്ചു. ബട്ട് ലൈക്ക് കമ്മിങ് ടു ലാസ്റ്റ് പോയിന്റ്, അതായത് ഐ ഡോണ്ട് തിങ്ക് ഈ VFX ആർട്ടിസ്റ്റ് ഇതിനെ ഇത്രയും നശിപ്പിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഒരു VFX അല്ലെങ്കിൽ ഒരു സിനിമയുടെ VFX നശിക്കാൻ 2 കാരണങ്ങളേ ഉള്ളൂ. ഒന്നാമത്തെ ടൈമാണ്, രണ്ടാമത്തെ മണിയാണ്. അതെ, എൻ്റെ ആദി പുരുഷിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങിയത് 2021 ആണ് അക്കോർഡിംഗ് ടു വിക്കി. ആൻഡ് വെറും 2 വർഷം കൊണ്ട് സിനിമ പുറത്തിറങ്ങി. അതായത് VFX 2 വർഷം അവർക്ക് എടുത്തോളൂ. ആൻഡ് കമ്പയറിങ് ദിസ് വിത്ത് ബാഹുബലി, അതായത് ബാഹുബലിയിൽ അത്രയ്ക്കും VFX ഷോട്ട്സ് ഒന്നും ഇല്ലായിരുന്നു. ബട്ട് സ്റ്റിൽ നമ്മളെ രാജമൗലി എക്സ്ട്രാ 3 വർഷം എടുത്ത് ഈ സിനിമ ഇറക്കാൻ വേണ്ടി. ആൻഡ് ആദി പുരുഷിൻ്റെ ഒബ്വിയസ്ലി വലിയ പ്രശ്നമായിരുന്നു ഓംറൗത്തിൻ്റെ വിഷൻ. ബട്ട് ഐ ഫീൽ കുറച്ച് ലോ ബഡ്ജറ്റ് ആക്കിയിട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രാക്ടിക്കൽ ഷോട്ട്സ് ഒക്കെ എടുത്ത് സെറ്റപ്പ് ആക്കായിരുന്നു. ആൻഡ് ഈവൻ ഇൻ ദ പാസ്റ്റ് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത കുറേ മൂവീസൊക്കെ ഉണ്ട്. ഇപ്പോൾ ഗൈസ് എനിവേസ് വാട്ട് യു ഗൈസ് തിങ്ക്? നിങ്ങൾക്ക് ആദി പുരുഷ് ഇഷ്ടപ്പെട്ടോ? ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. സോ ഞാൻ ഇവിടെ സൈഡിൽ കുറച്ച് വീഡിയോ ഇട്ടേക്കാം, അത് നിങ്ങൾ കണ്ടുകൊണ്ടിരി. അപ്പോഴത്തേക്ക് ഞാൻ അടുത്ത വീഡിയോ കാണാം. ബൈ.